ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഇനി നമ്മൾ ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് ഒരുപാട് പഠിച്ചിട്ടില്ലേ? അതായത് എ ഓർ ബി, എ ആൻഡ് ബി, അങ്ങനത്തെ ഒരുപാട് നോട്ട് എ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ ഓർ ബി, എ ഓർ ബിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് എ എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളതാണ്. ശരിയല്ലേ? ഇതിൻ്റെ ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്: പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതേ സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ സെറ്റ്സിനടുത്ത് പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ സെറ്റ്സിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതേപോലെ തന്നെയാണ് ആ എൻ മാറ്റിയിട്ട് പി ആക്കിയാൽ മതി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക, ചിലപ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ഓക്കെ, ഇനി നല്ലോണം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്ത് പറയാം? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 എന്നായിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കൂലേ? എലമെന്റ് ഇല്ലെങ്കിൽ അതൊക്കെ പ്രോബബിലിറ്റി 0 ആണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നായിരിക്കും. ഇത് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ആക്സിയോമാറ്റിക് അപ്രോച്ചിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണ് നോട്ട് എ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടാമെന്നറിയോ? ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സാമ്പിൾ സ്പേസിൽ നിന്ന് എ മൈനസ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എയും എ കോംപ്ലിമെൻറ്റും കൂടെ കൂടുമ്പോൾ സാമ്പിൾ സ്പേസ് അല്ലേ? എയും എ കോംപ്ലിമെൻറ്റും കൂടെ കൂടുമ്പോൾ സാമ്പിൾ സ്പേസ് അല്ലേ? ആണോ? അതെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് അല്ലേ? ശരിയല്ലേ? ഈ എയും എ കോംപ്ലിമെൻറ്റും നമ്മൾ എടുക്കുകയാണ്. നല്ലോണം ശ്രദ്ധിക്കുക. പി ഓഫ് എയും എ കോംപ്ലിമെൻറ്റ് രണ്ടെണ്ണം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പി ഓഫ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതിക്കൂടെ? ഈ എയും എ കോംപ്ലിമെൻറ്റും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സാമ്പിൾ സ്പേസ് എസ് ആണ് കിട്ടുക. പി ഓഫ് എസ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. ഇനി എയിലും എ കോംപ്ലിമെൻറ്റിലും ഇൻ്റർസെക്ഷൻ ആയിട്ട് എലമെൻറ്റ് വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇത് 0 ആയിട്ട് പോകും. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എയും എ കോംപ്ലിമെൻറ്റും. ശരിയല്ലേ? അപ്പോൾ ഈ പി ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് എപ്പോഴും. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഏതൊരു ഇവൻറ്റിൻ്റെയും നോട്ട് എ, അപ്പോൾ ഇത് എ ആയതുകൊണ്ട് നോട്ട് എ, ഇനി ബി ആണെങ്കിൽ നോട്ട് ബി, ഏതോ ആയിക്കോട്ടെ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ദിസ് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ ഓർ ബിക്കുള്ള ഇക്വേഷൻ ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് എക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ പ്രോബബിലിറ്റിയിൽ എങ്ങനെയാണ് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പഠിച്ചു. അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ് എ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു omega 1, omega 2, omega 3, omega 4, omega 5, omega 6.
ഫുൾ സ്റ്റോപ്പ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് അസൈൻമെന്റ്സ് ഓഫ് പ്രോബബിലിറ്റീസ് ടു ഈച്ച് ഔട്ട്കംസ് ആർ വാലിഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ തന്നിട്ടുള്ളതിലെ പ്രോബബിലിറ്റി ഏതൊക്കെയാണ്? ഇപ്പോൾ ABCDE 5 പോസിബിലിറ്റീസ് കൂടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഏതൊരു ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റിയുടെ വാല്യൂ ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? 0ൻ്റെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആവണം. 0 ആവോ 1 ആവാം, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആവണം. 0നേക്കാളും കുറവോ 1നേക്കാളും കൂടുതലോ ആവാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ശരിയല്ലേ? ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, നമ്മൾ എല്ലാം സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തത് ഇതിൻ്റെ കേസ് ഒന്നാമത്തെ എടുക്കാം കേട്ടോ. ഒന്നാമത് നോക്കിയേ, എല്ലാ വാല്യൂസും ശ്രദ്ധിക്കട്ടോ. ഞാൻ കാരണങ്ങൾ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ എഴുതുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതുക. ഇവിടെ എല്ലാത്തിൻ്റെ വാല്യൂവും 1നേക്കാളും കുറവല്ലേ? ആണ് അല്ലേ? ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുമോ? 1 2 3 4 5 6 6 ഉള്ളത്. ഓരോന്നിൻ്റെ വാല്യൂ 1/6 ആ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6/6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് അപ്പോൾ എന്ത് പറയാം? ഇത് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വാല്യൂവും 0ൻ്റെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ 0 or 1 ഇൻക്ലൂഡിങ് 0 and 1 ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. 1 ആണ് 0 ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് വാലിഡ്. ഇനി മൂന്നാമത് C എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മൈനസ് വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വാല്യൂ ഉണ്ട്. ക്ലിയർ? അപ്പോൾ 0നേക്കാളും കുറവ് വാല്യൂ വന്നു. അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും നോക്കണ്ട, ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതെന്താണ്? നോട്ട് വാലിഡ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം. ഇനി നാലാമത്തെ കേസിൽ കണ്ടോ, 1/12 1/12 1/6 കണ്ടോ, ഇവിടെ 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5 എന്ന് പറഞ്ഞാൽ 1നേക്കാളും കൂടുതലല്ലേ? അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം? നോട്ട് വാലിഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഇനി അടുത്ത് ഈൻ്റെ കേസിൽ നോക്കിയേ. ഈൻ്റെ കേസിൽ എല്ലാത്തിൻ്റെ വാല്യൂവും 1നേക്കാളും കുറവാണ് അല്ലേ? 0നേക്കാളും കൂടുതലാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, 0.6 + 0.5 ആഡ് ചെയ്യുമ്പോൾ തന്നെ 1.1 വന്നു, 1നേക്കാളും കൂടുതൽ വന്നു. ഇനി അപ്പുറത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അതിനോട് കൂടുതലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ആഡ് ചെയ്യുമ്പോൾ 1നേക്കാളും കൂടുതൽ വാല്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് വാലിഡ്. This is also not valid. These are the conditions. മനസ്സിലായോ? Okay, listen. One card is drawn from a well shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be first a diamond, not an ace, a black card, not a diamond, not a black card. These are the question. About one card is drawn from a well shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be a diamond, not an ace, a black card, not a diamond, not a black card. അപ്പോൾ ഈ പ്രോബ്ലം നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മളെ മൊത്തം 52 കാർഡിൽ നിന്നാണ് നമ്മൾ കാർഡ് ഡ്രോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? n(s) സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. നമുക്ക് ഏതൊരു എലമെന്റ് ഇപ്പോൾ ശ്രദ്ധിക്കട്ടോ, ഏതൊരു ഇവന്റ് P(a) ഏതൊരു ഇവന്റും കണ്ടുപിടി E എന്നെടുക്കാം. ഏതൊരു ഇവന്റ് ഇനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു E, ദാറ്റ് ഈസ് n(e) ഡിവൈഡഡ് ബൈ n(s) എന്ന് എഴുതാം. സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതാണ് ഇക്വേഷൻ നമ്മൾ n എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല, നമ്മളെ വേർഡ്സിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനും കൂടെ അവിടെ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. n(e) ഡിവൈഡഡ് ബൈ n(s), നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു ദ ഇവന്റ് E ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 52 ആണ്. ക്ലിയർ? അപ്പോൾ ഇനി ഒന്നാമത്തത് എ എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുക്കുകയാണ് കേട്ടോ. ആ കാർഡ് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് വിൽ ബി എ ഡയമണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എ എന്ന് പറയുന്ന ഇവന്റ് എ ഡയമണ്ട് എന്നുള്ളത്, ഡയമണ്ട് കാർഡ് എന്നുള്ളത് എ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ക്ലിയർ? അപ്പൊ ഡയമണ്ട് കാർഡ് മൊത്തം 52 കാർഡിനകത്ത് എത്ര ഡയമണ്ട് കാർഡ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. മൊത്തം എത്ര ഡയമണ്ട് കാർഡ് ഉണ്ട്? 13 ഡയമണ്ട് കാർഡ് ഉണ്ടാവും. ശരിയല്ലേ? 13 ഡയമണ്ട് ഉണ്ടാവും, 13 ഹാർട്ട് ഉണ്ടാവും, 13 സ്പേഡ് ഉണ്ടാവും, 13 ക്ലബ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ 13 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ഈസ് 52. ക്ലിയർ? ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 1/4 എന്ന് കിട്ടും. 1/4. ക്ലിയർ? ഇനി അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസിന്റെ ആൻസർ എന്ന് പറയുന്നത്. എഴുതിയെടുത്തുള്ള എല്ലാവരും എൻ ഓഫ് എസ് ഈക്വൽ ടു 52 ആണ്. ദെൻ എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയമണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 13/52, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിക്കേ, നോട്ട് ആൻ എയ്സ് എന്ന് പറഞ്ഞു. നോട്ട് ആൻ എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, നോട്ട് ആൻ എയ്സ് ഒന്നാമത്തെ കഴിഞ്ഞല്ലോ. ഇനി നോട്ട് ആൻ എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ ബി എന്ന് പറയുന്നത് നോട്ട് ദ എയ്സ് കാർഡ് എന്ന് എടുക്കാണ് നമ്മൾ. നല്ലോണം ശ്രദ്ധിക്കട്ടോ, നോട്ട് ദ എയ്സ് കാർഡ്, എയ്സ് കാർഡ് അല്ലാത്തതെന്ന് എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? എൻ ഓഫ് ബിയിൽ എയ്സ് അല്ലാത്ത എത്ര കാർഡുകൾ ഉണ്ടാവും? മൊത്തം 52 കാർഡിൽ എത്ര എയ്സ് കാർഡുള്ളത്? 4 എയ്സ് കാർഡുള്ളത്. അപ്പൊ എയ്സ് അല്ലാത്ത കാർഡ് എന്ന് പറയുമ്പോൾ എന്താ? 48 കാർഡ് ഉണ്ടാവും. 48. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് ബി, അതായത് നോട്ട് എയ്സ്, എയ്സ് അല്ലാത്ത പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് ബി ഈക്വൽ ടു എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മീൻസ് 48 ഡിവൈഡഡ് ബൈ 52, ദാറ്റ് ഈസ് 12/13 എന്ന ആൻസർ കിട്ടും. 12/13 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇത് ഒരു രീതിയാണ്. ഇനി നോട്ട് ആൻ എയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബിലിറ്റി ഓഫ് നോട്ട് ആൻ ഇവന്റ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ബി എന്ന് പറയുന്ന ഇവന്റ് ഞാൻ ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കട്ടോ, എയ്സ് കാർഡ് ആൻഡ് എയ്സ് കാർഡ് എന്നാണ് എടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ എൻ ഓഫ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും നോക്കിയേ. എൻ ഓഫ് ബി ഒരു കാർഡിനകത്ത് മൊത്തം 52 കാർഡിൽ എത്ര എയ്സ് കാർഡ് ഉണ്ട്? 4 എയ്സ് കാർഡ് ഉണ്ട്. അപ്പൊ പി ഓഫ് ബി എന്തായിരിക്കും? എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 52, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. ദാറ്റ് ഈസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/13 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 13 മൈനസ് 1/13 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12/13 എന്ന് എഴുതാം. ഈ രീതിയിലും നമുക്ക് ആൻസർ എഴുതാം. അപ്പൊ രണ്ട് രീതിയിൽ എഴുതിയാൽ നമുക്ക് ഫൈനൽ ആൻസർ 12/13 എന്നേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ശ്രദ്ധിക്കട്ടോ, അടുത്ത മൂന്നാമത്തെ ഞാൻ ചെയ്യണം. മൂന്നാമത്തത് കേട്ടോ, മൂന്നാമത്തെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എ ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ സി എടുക്കുന്നത് എ ബ്ലാക്ക് കാർഡ്, ബ്ലാക്ക് കാർഡ് എന്ന് എടുക്കാം കേട്ടോ. അപ്പൊ മൊത്തം എത്ര സി ഉണ്ടാവും? എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ടാവും? മൊത്തം 52 കാർഡിൽ പകുതി ബ്ലാക്കും പകുതി റെഡും ആണല്ലോ. അപ്പൊ 26 എന്ന് പറയാം. അപ്പൊ പി ഓഫ് സി ഈക്വൽ ടു എൻ ഓഫ് സി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഡിവൈഡഡ് ബൈ 52, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് ആൻസർ പറയാം. ക്ലിയർ? ഇനി അടുത്തത് നോട്ട് എ ഡയമണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡയമണ്ട് എന്നല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഡയമണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അതിനുള്ള ആൻസർ നമുക്ക് 1/4 എന്നല്ലേ കിട്ടിയത്? അതിനെ നമ്മൾ ബി എന്നല്ലേ എടുത്തത്? ബി അല്ല എ എന്നല്ലേ എടുത്തത്? അപ്പൊ നമുക്ക് നോട്ട് എ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നാലാമത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. ശരിയല്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ എ ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി പി ഓഫ് എ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന നാലാമത്തെ കേസിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണ്. 1 മൈനസ് പി ഓഫ് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എന്റെ വാല്യൂ എത്രയാണ്? എന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച? 1/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. ക്ലിയർ? ഇനി അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് നോട്ട് എ ബ്ലാക്ക് കാർഡ് എന്നാണ്. അതായത് ബ്ലാക്ക് കാർഡിനുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ സി ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നോട്ട് എ ബ്ലാക്ക് കാർഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് സി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ പി ഓഫ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഓഫ് സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമ്മൾ പി ഓഫ് സി 1/2 അല്ലേ കിട്ടിയേ? 1/2 ആണ്.
ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓൾസോ ഈക്വൽ ടു 1/2. 1 - 1/2 ഈസ് 1/2. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിളാണ്. ആ ഇവന്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ പ്രോബിലിറ്റിയും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ എലമെന്റിൻ്റെയും ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എ ബാഗ് കണ്ടെയ്ൻസ് 9 discs ഓഫ് വിച്ച് 4 are red, 3 are blue and 2 are yellow. The discs are similar in size and shape. A disc is drawn at random from the bag. Calculate the probability that red, yellow, blue, not blue, either red or blue. This is the question. അപ്പോൾ ക്വസ്റ്റ്യനകത്തെ ബാഗിൽ മൊത്തം എത്ര ഡിസ്ക് ഉണ്ട്? 9 ഡിസ്ക് ഉള്ളത്. അതിൻ്റെ അർത്ഥം നമ്മളെ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ശ്രദ്ധിക്കട്ടോ. n(s) = 9. അതല്ലേ അതിൻ്റെ അർത്ഥം? ക്ലിയർ. അതിനകത്ത് റെഡ് എത്ര ഉള്ളത്? 4 റെഡ് ഡിസ്ക് ഉള്ളത്, 3 ബ്ലൂ ആണുള്ളത്, 2 യെല്ലോ ആണുള്ളത്. ക്ലിയർ. ഇനി നമ്മളോട് അതിൽ നിന്ന് ഒരു ഡിസ്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പം ആ ഡിസ്ക് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി, യെല്ലോ ആവാനുള്ള പ്രോബിലിറ്റി, ബ്ലൂ ആവാനുള്ള പ്രോബിലിറ്റി, നോട്ട് ബ്ലൂ ആവാനുള്ള പ്രോബിലിറ്റി, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവന്റ് കൺസിഡർ ചെയ്യാണ്. എ എന്ന് പറയുന്ന ഇവന്റ് കൺസിഡർ ചെയ്യുന്നത് റെഡ് ഡിസ്ക്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഇവന്റ് കൺസിഡർ ചെയ്യുന്നത് യെല്ലോ ഡിസ്ക് ആൻഡ് സി എന്ന് പറയുന്ന ഇവന്റ് കൺസിഡർ ചെയ്യുന്നത് ബ്ലൂ ഡിസ്ക്. ഇങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരിക എന്തായിരിക്കും? ശ്രദ്ധിക്കുക, റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. അതായത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് P(a) ആണ് കണ്ടുപിടിക്കേണ്ടത്. P(a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n(a) / n(s) ആണല്ലോ, ശരിയല്ലേ? n(a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? എ എന്ന് പറയുന്ന ഡിസ്ക്, റെഡ് ഡിസ്ക് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ n(a) എന്ന് പറയുന്നത് 4 / n(s) ഈസ് 9. ദാറ്റ് ഈസ് 4/9 ഈസ് ദി ആൻസർ. ക്ലിയർ. ഇനി രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കട്ടോ. രണ്ടാമത്തെ എന്താണ്? യെല്ലോ ആവാനുള്ള പ്രോബിലിറ്റി. യെല്ലോ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P(b) ആണ് കണ്ടുപിടിക്കേണ്ടത്. P(b) = n(b) / n(s). ദാറ്റ് ഈസ് ഈക്വൽ ടു n(b). മൊത്തം എത്ര യെല്ലോ ഉണ്ട്? 2 എണ്ണം ഉള്ളത്. ദാറ്റ് ഈസ് 2/9 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? ബ്ലൂ ഡിസ്ക് ആവാനുള്ള പ്രോബിലിറ്റി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P(c) ആണ് കണ്ടുപിടിക്കേണ്ടത്, ബ്ലൂ ഡിസ്ക് ആവാനുള്ള പ്രോബിലിറ്റി. ക്ലിയർ. അപ്പോൾ P(c) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n(c) / n(s). ദാറ്റ് ഈസ് ഈക്വൽ ടു n(c) എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് 3/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിട്ടോ. നാലാമത്തത് എന്താണ്? നോട്ട് ബ്ലൂ ആവരുതെന്നാ പറഞ്ഞത്. അപ്പോൾ ബ്ലൂ ഡിസ്ക് ആവാനുള്ള പ്രോബിലിറ്റി സി ആണ്. ബ്ലൂ ഡിസ്ക് ആവുക എന്ന് പറയുന്ന ഇവന്റ് സി എന്നാണെങ്കിൽ, അപ്പോൾ നമ്മൾ നോട്ട് ബ്ലൂ എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P(c) കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? P(c) കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ബ്ലൂ എന്ന് പറയുന്നത് ബി അല്ല. ബി എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ യെല്ലോ ഡിസ്ക് എടുത്തിട്ടുള്ളത്. സി എന്ന് പറയുന്ന ഇവന്റ് ആണ് ബ്ലൂ ഡിസ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ P(c) കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടത്. That is P(c) complement. We can say that P(c) complement equal to 1 - P(c) എന്ന് എഴുതാം. That is equal to 1 - P(c) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - P(c) എത്രയാണ്? 1/3 ആണ്. 1/3. That is 3 - 1/3. That is equal to 2/3 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അഞ്ചാമത്തത് ശ്രദ്ധിക്കട്ടോ. എയ്തർ റെഡ് ഓർ ബ്ലൂ എന്നാ പറഞ്ഞത്. എയ്തർ റെഡ് ഓർ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ആവാനുള്ളത് എ, ബ്ലൂ ആവാനുള്ളത് സി. അപ്പൊ എയ്തർ റെഡ് ഓർ ബ്ലൂ, അതായത് റെഡോ ബ്ലൂവോ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എയ്തർ റെഡ് ഓർ ബ്ലൂ എന്ന് പറയുമ്പോൾ എ യൂണിയൻ സി ആണ്. ക്ലിയർ. ഇതിനകത്ത് രണ്ടും ഇന്റർസെക്ഷൻ എലമെന്റ്സ് വരുമോ? അതായത് ഇതിനകത്ത് മൊത്തം 9 എന്നതിനകത്ത് 4 റെഡും 3 ബ്ലൂവും 2 യെല്ലോ ഉള്ളത്. കോമൺ ആയിട്ട് വരുന്ന ഏതും ഇല്ലല്ലോ, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
പി ഓഫ് എ പ്ലസ് പി ഓഫ് സി എന്ന് പറയാം. ഇനി വേണമെങ്കിൽ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാം. അത് 0 ആക്കിയാൽ മതി. ദാറ്റ് ഈസ് പി ഓഫ് എന്റെ വാല്യൂ 2/9 പ്ലസ് പി ഓഫ് സിന്റെ വാല്യൂ 1/3. ക്ലിയർ അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും 3ന്റെയും 9ന്റെയും LCM എത്രയാണ്? 9. ദാറ്റ് ഈസ് 2 പ്ലസ് 9/3 3. 3 into 1 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9 എന്ന ആൻസർ വരും. ക്ലിയർ അല്ലേ? 2/9. സോറി ഇവിടെ പി ഓഫ് എ എന്ന് പറയുന്നത് 2/9 അല്ല, പി ഓഫ് ബി ആണ് 2/9. പി ഓഫ് എ എന്ന് പറയുന്നത് ഇതാ 4/9 ആണ് കേട്ടോ. ഇവിടെ തെറ്റി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 4/9 ആണ്. വാല്യൂ എടുത്ത് എഴുതിയപ്പോൾ ഇവിടെ ഉള്ളത് മറന്നുപോയി, തുടക്കത്തിലുള്ള എഴുതി. 4/9 പ്ലസ് 1/3. അപ്പോൾ ഇവിടെ 4 പ്ലസ് 3 ദാറ്റ് ഈസ് 7/9 എന്ന് ആൻസർ വരും. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലംസ് ഒരുപാട് വരുന്നതാണ്. സിമ്പിളാണ് പ്രോബ്ലംസ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കുറച്ച് ഇങ്ങനെ വലുപ്പം കാണുമ്പോൾ ടെൻഷൻ ആവാൻ നിൽക്കേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ലിസൺ. അടുത്ത പ്രോബ്ലം എന്താണ്? കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബിലിറ്റിയിലൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. കുറച്ച് വേർഡ്സിലായിരിക്കും കുറച്ച് കാര്യങ്ങൾ തരിക. അത് വായിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കട്ടോ. 2 students, Anil and Ashima, appeared in an examination. The probability that Anil will qualify the examination is 0.05 and that Ashima will qualify the examination is 0.10. The probability that both will qualify the examination is 0.02. Find the probability that, first sub question, both Anil and Ashima will not qualify the examination. Second sub question, at least one of them will not qualify the examination. Third sub question, only one of them will qualify the examination. These are the questions. Okay, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. The probability that Anil will qualify the examination 0.05 and Ashima will qualify the examination 0.10 and probability that അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 ഇവന്റ് എടുക്കാണ്. ശ്രദ്ധിക്കട്ടോ, 2 ഇവന്റ്. എ എന്ന് പറയുന്ന ഇവന്റ് എടുക്കാണ്. ആഷിമ ആദ്യം അനിൽ അല്ലേ. അനിൽ will qualify the examination എന്നെടുക്കാണ്. ബി എന്ന് പറയുന്ന ഇവന്റ് ഞാൻ എടുക്കുന്നത് ആഷിമ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്നെടുക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം ഞാൻ എഴുതട്ടെ. ശ്രദ്ധിക്കട്ടോ. പി ഓഫ് എ അതായത് അനിൽ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷനുള്ള പ്രോബബിലിറ്റി 0.05 ആണ്. ക്ലിയർ? ഇനി ആൻഡ് ദാറ്റ് ആഷിമ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ ഈസ് 0.10. ദാറ്റ് മീൻസ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.10. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയാണ്. ഇനി ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ, രണ്ടാളും ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. മനസ്സിലായോ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയും വേണം ബിയും വേണം, രണ്ടും വേണം എന്നാണ് അല്ലെ? ഏതെങ്കിലും ഒന്ന് വേണമെന്നല്ല, രണ്ടും വേണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. ക്ലിയർ? അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.02 ആണ്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കട്ടോ. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബോത്ത് അനിൽ ആൻഡ് ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്നാ പറഞ്ഞത്. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ എ ആണെങ്കിൽ, അനിൽ ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് എ ആണെങ്കിൽ, ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോട്ട് എ എന്നല്ലേ? ശരിയല്ലേ? ദാറ്റ് മീൻസ് എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടുപേരും, അപ്പോൾ
ആഷിമ ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് ബി ആണെങ്കിൽ ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അത് രണ്ടുമാണ് നടക്കേണ്ടത്. ബോത്ത് അനിൽ ആൻഡ് ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ പി ഓഫ് ബി എ കോംപ്ലിമെന്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അനിലും ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല, അതേപോലെ ആഷിമയും രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല, രണ്ടും ഒരുമിച്ച് നടക്കണം. അപ്പോൾ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കട്ടാ, ഈ പി ഓഫ് നല്ലോണം ശ്രദ്ധിക്കേ, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റുമോ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. പഠിച്ചിട്ടില്ലേ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇക്വേഷൻ പഠിച്ചു ഓർക്കണ്ടോ? ഈ ഇക്വേഷൻ നമ്മൾ എന്താ പറയാ? ഡി മോർഗൻസ് ലോ എന്നാ പറയാ, ഡി മോർഗൻസ് ലോ. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ നമുക്ക് പി ഓഫ് ഒരു ഇവന്റ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഒറ്റ ഇവന്റാ, എ യൂണിയൻ ബി, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ശ്രദ്ധിക്കട്ടോ, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എന്റെ വാല്യൂ എന്താണ്? 0.05 പ്ലസ് പി ഓഫ് ബി എന്താണ്? 0.1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 0.02. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് 0.05 പ്ലസ് 0.1 0.15 മൈനസ് 0.02 ദാറ്റ് ഈസ് 0.13 എന്ന് വരും. അപ്പോൾ 1ൽ നിന്ന് 0.13 പോയി കഴിഞ്ഞാൽ 0.87 എന്ന് ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ വല്ലതും? ഓക്കെ, അപ്പോൾ അത് എന്ത് കണ്ടുപിടിക്കും, എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അങ്ങനെ ശ്രദ്ധിക്കട്ടോ, ബി പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. എഴുതി വായിക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. മിനിമം ഒരാൾ ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം രണ്ടുപേരും 1 മൈനസ് പി ഓഫ് ബോത്ത് ക്വാളിഫൈ ആയിരിക്കൂലേ? രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിനകത്ത് വരൂലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കട്ടോ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ മിനിമം ഒരാളെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരാൾ ക്വാളിഫൈ ചെയ്യാതെ, അനിൽ ക്വാളിഫൈ ചെയ്യാതിരിക്കാം, ആഷിമ ക്വാളിഫൈ ചെയ്യാതിരിക്കാം, ഇനി രണ്ടുപേരും ക്വാളിഫൈ ചെയ്യാതിരിക്കാം. പിന്നെ ഇതിനകത്ത് ഒഴിവാക്കേണ്ട, പിന്നെ മൊത്തം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ബോത്ത് ക്വാളിഫൈ. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നതല്ലേ? അതെ. അപ്പോൾ 1 മൈനസ് പി ഓഫ് ബോത്ത് ക്വാളിഫൈ, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ബോത്ത് ക്വാളിഫൈ മീൻസ് എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.02, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98, ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്ന കേസ്. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കട്ടോ. ഇനി സി എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഓൺലി വൺ ഓഫ് ദം. നല്ലോണം ശ്രദ്ധിക്കും. ഓൺലി വൺ ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ മാത്രം എന്നാ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരാൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കുക, ഒരാൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ക്വാളിഫൈ ചെയ്യുക, ആഷിമ ക്വാളിഫൈ ചെയ്യാതിരിക്കുക, ഇത് അതിനകത്ത് വരും. അപ്പോൾ അനിൽ ഒരാൾ മാത്രം ക്വാളിഫൈ ചെയ്തു. ഇനി നേരെ തിരിച്ചു വന്നൂടെ? അനിൽ ക്വാളിഫൈ ചെയ്യാതിരിക്കുക, ആഷിമ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വരും. അപ്പോൾ എന്താ, ഈ രണ്ട് കേസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് അനിൽ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ക്ലിയർ അല്ലേ? പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി, അതായത് ബി ക്വാളിഫൈ ചെയ്യുക, എ ക്വാളിഫൈ ചെയ്യാതിരിക്കുക.
ദെൻ എ ക്വാളിഫൈ ചെയ്യുക, ബി ക്വാളിഫൈ, ഇത് രണ്ടും ഇതിനകത്ത് വരും. ഇനി ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരക്കട്ടോ. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇത് എ, ഇത് ബി. ശ്രദ്ധിക്കട്ടോ, എ ബി. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതല്ലേ. ഈ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ അല്ലാത്ത ബാക്കി എല്ലാ പോർഷനും ബി കോംപ്ലിമെന്റിൽ വരും. അപ്പൊ എയിലും ബിയിലല്ലാത്ത എല്ലാ പോർഷനും എന്ന് പറയുമ്പോൾ ഇതല്ലേ വരിക. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതെന്താണ്, എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയതല്ലേ. അപ്പൊ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ശരിയല്ലേ. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ ഭാഗം ഒഴിവാക്കിയിട്ടുള്ളതല്ലേ. ക്ലിയർ. ഇനി അതേപോലെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സർക്കിൾ അല്ലാത്ത എല്ലാ ഭാഗവും വരും. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ബിയിലും കൂടി കോമൺ ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ഭാഗമാണ് വരിക, ഇത്രയും ഭാഗമാണ് വരിക. ക്ലിയർ അല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് പറയാം, ബിയിൽ നിന്ന് ഈ കോമൺ ആയിട്ടുള്ള എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എന്റെ വാല്യൂ എത്രയാണ്, പി ഓഫ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.05 പ്ലസ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.02 പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.1 മൈനസ് 0.02 എന്ന് വരും. 0.05 പ്ലസ് 0.1 0.15 ദെൻ മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 0.04 എന്ന് വരും. ആൻസർ ഈസ് 0.11 എന്ന് വരും. ക്ലിയർ അല്ലേ. 0.11 ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്രോബ്ലം ഒക്കെ കാണുമ്പോഴേ ബേജാറാൻ നിൽക്കേണ്ട, കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചതെന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം. എ കമ്മിറ്റി ഓഫ് ടു പേഴ്സൺസ് ഈസ് സെലക്ടഡ് ഫ്രം 2 men and 2 women. What is the probability that the committee will have no man, 1 man, 2 men? Okay. അപ്പോൾ ഒരു കമ്മിറ്റി, 2 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. നല്ലോണം ശ്രദ്ധിക്കട്ടോ, 2 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അത് എത്ര ആൾക്കാരിൽ നിന്നാണ് 2 പേരുടെ കമ്മിറ്റി? 2 man ഉണ്ട്, 2 women ഉണ്ട്. ഇതിൽ നിന്ന് 2 പേരുടെ ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കണം. ക്ലിയർ. ഇനി അതിനകത്ത് ദ കമ്മിറ്റി വിൽ ഹാവ് നോ മാൻ, 1 man, 2 man. ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എസ് ആണ്. ശ്രദ്ധിക്കട്ടോ, എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നാ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ, മൊത്തം എത്ര പോസിബിൾ ആയിട്ടുള്ള ടീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ കണ്ടീഷൻ ഒന്നും നോക്കണ്ട, നമുക്ക് 2 മെന്നും 2 വുമണും ഉള്ള ആളുകളിൽ നിന്ന് 2 പേരുടെ എത്ര കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. അതായത് എത്ര കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റും അത്രയും എലമെന്റ് ഉണ്ടാവും നമ്മുടെ സാമ്പിൾ സ്പേസിനകത്ത്. ക്ലിയർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 4 പേരിൽ നിന്ന് 2 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ബേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കോമ്പിനേഷൻ. 4 ആൾക്കാരിൽ നിന്ന് 2 പേരുടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാക്കാം? 4C2. ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ. 4C2 എങ്ങനെ കണ്ടുപിടിക്കും? 4 into 3 2 അല്ലേ. അപ്പൊ 4 into 3 2 എഴുതാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ 1 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 into 3 6 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി അടുത്ത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇനി അടുത്ത് നോ മാൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നോ മാൻ. ഇനി ഓരോ കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് നോ മാൻ. ക്ലിയർ. നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് നോ മാൻ. നോ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്താവണം? വുമൺ ആവണം. ക്ലിയർ. അപ്പൊ 2 വുമൺ ആവുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടോ, 2 വുമൺ ആവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ള ഇവന്റ്സ് എന്താണ്? 2 വുമൺ ആവുക എന്ന് പറയുമ്പോൾ മൊത്തം 2 വുമൺ അല്ലേ ഉള്ളത്. അപ്പൊ 2 വുമണിൽ നിന്ന് 2 വുമണിനെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2C2 ഡിവൈഡഡ് ബൈ. അപ്പൊ ഇതായിരിക്കും ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവന്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 2C2 ആയിരിക്കും. അതായത് 2 വുമണിൽ നിന്ന് 2 വുമണെ സെലക്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ക്ലിയർ. ഓൾറെഡി നമ്മൾ 4C2 കണ്ടുപിടിച്ചിട്ടുണ്ട്. 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/6 ഈസ് ദി ആൻസർ. ക്ലിയർ. ഇനി അടുത്തത് പി ഓഫ് 1 man.
ഒരു മാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ടീമിൽ ഒരു മാൻ ഉണ്ടാവണം, ഒരു വുമൺ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു മാൻ ഒരു വുമൺ എന്ന് പറയുമ്പോൾ ഒരു മാനിനെ സെലക്ട് ചെയ്യണം. എത്ര മാനിൽ നിന്ന്? 2 മാനിൽ നിന്ന്. അപ്പോൾ 2 മാനിൽ നിന്ന് ഒരു മാനിനെ സെലക്ട് ചെയ്യണം. 2 ആണുങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, 2 പെണ്ണുങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇൻറ്റു, കാരണം അതായത് ഇപ്പോൾ ഇവിടെ ഒരാളല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ 2 പേരുടെ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻറ്റു, അപ്പോൾ 2C1 ഇൻറ്റു 2C1. ക്ലിയർ? അതായത് 2 ആണുങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, 2 പെണ്ണുങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ്. ക്ലിയർ? ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇതാണ് ഈ കറസ്പോണ്ടിങ് ഇവന്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്, ദാറ്റ് ഈസ് സാമ്പിൾ സ്പേസ് നമ്പർ ഓഫ് എലമെന്റ്സ് 6. ദാറ്റ് ഈസ് 2C1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2 men എന്നാണ്. മൂന്നാമത്തെ കണ്ടീഷൻ സി 2 men, P of 2 men എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 ആണുങ്ങളാവണം എന്നാണ്. അപ്പോൾ 2 ആണുങ്ങളാവുക എന്ന് പറയുമ്പോൾ 2 ആണുങ്ങളിൽ നിന്ന് 2 ആണുങ്ങളെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2C2. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഈ കറസ്പോണ്ടിങ് ഇവന്റിനകത്ത് ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ നമ്പർ ഓഫ് എലമെന്റ്സ് 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2C2 ഈസ് 1. 1 ഡിവൈഡഡ് ബൈ 6 ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, നമ്മൾ കറസ്പോണ്ടിങ് ഇവന്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഇവന്റിനുള്ള പ്രോബിലിറ്റിക്കുള്ള ആൻസർ ആയി. ക്ലിയർ? അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക, ഓർത്തിരിക്കുക. ലിസൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 coins are tossed once. Find the probability of getting 3 heads, at least 2 heads, at most 2 heads, exactly 2 tails, no tail. These are the conditions. അപ്പം നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതിയാൽ മതി. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, സാമ്പിൾ സ്പേസ് ഞാൻ എഴുതാണ്. സാമ്പിൾ സ്പേസ് S ഈക്വൽ ടു ഏതൊക്കെയാണ്? ആ 8 സാമ്പിൾ സ്പേസ് കൊണ്ട് എഴുതുക. അപ്പം 3 coins are tossed ആണ്. 3 coins ടോസ് ചെയ്യുമ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 8 എലമെന്റ്സ് ഉണ്ടാവും. 2⁻³ ഉണ്ടാവും. ദാറ്റ് ഈസ് HHH, HHT, HTH, THH, then TTH, THT, HTT, then TTT. These are the 1, 2, 3, 4, 5, 6, 7, 8. എണ്ണി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്രോബ്ലം മൊത്തം തെറ്റും. അപ്പോൾ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? N of S ഈക്വൽ ടു 8 ആണ്. എല്ലാം ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്, വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്. ഇനി ശ്രദ്ധിക്കട്ടോ, ഒന്നാമത്തത് ഇത് നമ്മൾ എടുക്കുകയാണ്. ഒന്നാമത്തെ പ്രോബിലിറ്റി ഞാൻ A എന്നെടുക്കുകയാണ് കേട്ടോ. 3 ഹെഡ്സ്. അപ്പോൾ എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെ വരാൻ നോക്കിയേ. എയിലുള്ള എലമെന്റ്സ് 3 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഇത് 3 ഹെഡ്സ്. അപ്പോൾ HHH എന്നല്ലേ വരുള്ളൂ. അപ്പോൾ P of A എന്ന് എഴുതാം. P of A is equal to N of A divided by N of S. എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 ഡിവൈഡഡ് ബൈ N of S is 8. 1/8 is the answer. ക്ലിയർ? ഇനി B, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. ഞാൻ B എന്ന് പറയുന്ന ഇവന്റ് എടുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മിനിമം 2 ഹെഡ്സ് ഉണ്ടാവണം എന്നാ. മിനിമം 2 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HHT വരും. 2 ഹെഡ്സ് ഉള്ള അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 2 ഹെഡ്സ് ഉണ്ടാവണം. അപ്പോൾ HHT വരും. 2 ഹെഡ്സ് ഉള്ളത് ഏതൊക്കെയാ? HTH വരും, THH വരും. 2 ഹെഡ്സ് ഉള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 2 ഹെഡ്സ് എന്നാ. അപ്പോൾ അതിൽ കൂടുതലും വരാലോ. അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 3 ഹെഡ്സ്. 3 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ HHH. അപ്പോൾ ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of B is equal to N of B. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4. 4 ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 8. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1/2. ക്ലിയർ? ഇനി മൂന്നാമത്തെ എന്താണ്? അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. സി ഞാൻ എടുക്കുകയാണ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്നെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സിയിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടാവും? അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം 2 ഹെഡ്സ് വരാൻ പറ്റുള്ളൂ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്ക്, മാക്സിമം 2 ഹെഡ്സ് വരാൻ പറ്റുള്ളൂ എന്നാണ്. മാക്സിമം 2 ഹെഡ്സ് വരിക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടോ, അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്, മാക്സിമം 2 ഹെഡ്സ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഹെഡ്സ് വരുന്ന ഏതൊക്കെയാ? HHT, HTH, THH. ഇതല്ലേ
2 ഹെഡ്സ് വരുന്നത്. അപ്പൊ അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഹെഡ്സാ. അപ്പൊ അത് 2 ഹെഡ് ആവാം, 1 ഹെഡ് ആവാം, ഹെഡ് ഇല്ലാതിരിക്കാം. ക്ലിയർ? അപ്പൊ ദാറ്റ് ഈസ് കൊമ. ഇനി ഒരു ഹെഡ് വരുന്നത് ഏതാണ്? ഇതാ TTH, THT, HTT. ഇതെന്താണ്? ഒരു ഹെഡ് വരുന്നതാ. അതും അറ്റ്മോസ്റ്റ് 2 ഹെഡ്സിൽ വരുമല്ലോ. ഇനി ഹെഡ് ഇല്ല എന്ന് വിചാരിക്കുക, അതും അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് തന്നെയാണ്. മാക്സിമം 2 ഹെഡ്സ് ആണ് അതിന്റെ ഇത്. അപ്പൊ ഹെഡ് ഇല്ല എന്നുള്ളത് TTT. ക്ലിയർ? അപ്പൊ ഇത് മൊത്തം എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 1 2 3 4 5 6 7. അപ്പൊ P of C എന്ന് പറയുന്നത് എന്താണ്? P of C equal to 7 divided by 8. That is the answer. ക്ലിയർ? ഇനി D എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി 2 tails. ശ്രദ്ധിക്കട്ടോ. അപ്പൊ D എന്ന് പറയുന്ന ഇവന്റ് ഞാൻ കൊടുക്കുകയാണ് എക്സാക്ട്ലി 2 tails. എക്സാക്ട്ലി 2 tails. അപ്പോൾ ഈ D എന്ന് പറയുന്ന ഇവന്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? എക്സാക്ട്ലി 2 tails എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 tails ഉണ്ടാകാൻ പറ്റുള്ളൂ. കറക്റ്റ് 2 tails എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇത് വരുമോ? ഇല്ല. കറക്റ്റ് 2 tails എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TTH, THT, HTT. ഇത്ര എലമെന്റ്സ് അല്ലേ വരിക? എക്സാക്ട്ലി 2 tail എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകാൻ പറ്റൂല. അപ്പൊ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? മൊത്തം 3 എണ്ണം. അപ്പൊ P of D is equal to 3 divided by 8. That is N of D divided by N of S. ക്ലിയർ? ഇനി E എന്ന് പറയുന്നത് എന്താണ്? E നോട്ട് ടെയിൽ എന്നാ. അപ്പൊ E എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ എന്ത് ചെയ്യുന്ന? നോട്ട് ടെയിൽ. ടെയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ടെയിൽ ഇല്ലാത്തത് ഇതിനകത്ത് ഏതേ ഉള്ളൂ? ഇതിനകത്തൊക്കെ ടെയിൽ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും ഉണ്ട്. ടെയിൽ ഇല്ലാത്തത് E എന്ന് പറയുന്ന ഇവന്റിനകത്ത് ആകെ ഒറ്റൊന്നേ വരുള്ളൂ, 3 ഹെഡ് വരുന്നത്. ക്ലിയർ? ആ 3 ഹെഡ് വരിക എന്ന് പറയുമ്പോൾ P of E we can say that N of E that is 1 divided by N of S is 8. ആൻസർ ഈസ് 1/8. ഇതേപോലെ നമുക്ക് കോയിൻ ടോസ് ചെയ്യുക, ഡൈ ത്രോ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സാമ്പിൾ വരും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സാമ്പിൾ സ്പേസ് എഴുതുക. എന്നിട്ട് നമുക്ക് തരുന്ന ഇവന്റ് ഉണ്ടല്ലോ, തരുന്ന ഇവന്റ് എന്ത് ചെയ്യുക? അത് ആ സാമ്പിൾ സ്പേസിൽ ഏതൊക്കെ എലമെന്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് അത് എടുത്ത് എഴുതുക. അപ്പോൾ അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഈസ് എലമെന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേ രൂപത്തിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നതാണ്. Okay, next problem. A letter is chosen at random from the word assassination. Find the probability that the letter is a vowel, a consonant. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു ലെറ്റർ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു ലെറ്റർ എടുക്കുമ്പോൾ അത് വവൽ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്, കൺസോണന്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ മൊത്തം ഈ വേർഡ് ഞാൻ എടുത്തതാണ് അസാസിനേഷൻ. ഇതിനകത്ത് മൊത്തം എത്ര നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 13. N of S is equal to 13. ക്ലിയർ അല്ലേ? ഇനി ഈ 13 എണ്ണത്തില് എത്ര വവൽസ് ഉണ്ട് നോക്കിയേ. വവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 വവൽസ് ആണുള്ളത്. അപ്പോൾ കൺസോണൻസ് എത്ര ഉണ്ടാവും? ബാക്കിയുള്ള 7 എണ്ണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ അത് വവൽസ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, അപ്പോൾ വവൽസ് എത്ര ഉണ്ട്? മൊത്തം സാമ്പിൾ സ്പേസിൽ 13 ഉള്ളത്. അപ്പോൾ ഈ വവൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇവന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ N ഓഫ് ദിസ് ഇവന്റ് ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 13. സിമ്പിൾ. ക്ലിയർ? അപ്പോൾ വവൽസ് 13 എണ്ണത്തിൽ 6 വവൽസ് ഉള്ളത്. അപ്പോൾ 6/13 ആണ് വവൽസ് ആവാനുള്ള പ്രോബിലിറ്റി. അതേപോലെ കൺസോണൻസ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 7/13. സിമ്പിൾ. ക്ലിയർ? ഓക്കെ ലിസൺ. ഇൻ എ ലോട്ടറി, നെക്സ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. ഇൻ എ ലോട്ടറി, പേഴ്സൺ ചൂസസ് 6 ഡിഫറെന്റ് നാച്ചുറൽ നമ്പേഴ്സ് at a random from 1 to 20, and if these 6 numbers match with 6 numbers already fixed by the lottery committee, he wins the prize. What is the probability of winning the prize in the game? Hint: order of the numbers is not important. Question നന്നായിട്ട് വായിക്കുക. സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഇനി ലോട്ടറി, ഒരു ലോട്ടറി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരാളെ എത്ര നമ്പർ എടുക്കണം? 1 മുതൽ 20 വരെയുള്ളതെന്ന് 6 നമ്പർ എടുക്കണം. ഹിന്റ് ശ്രദ്ധിക്കുക, അതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഒരു പ്രത്യേക തരം ലോട്ടറിയാണ്. അതായത് നമ്മൾ കറക്റ്റ് നമ്പർ മാച്ച് ചെയ്യുക. അതായത് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള നമ്പറല്ല, ഒരു 6 നമ്പേഴ്സ് കൊടുക്കും. അപ്പോൾ ഈ ഉണ്ടോ, ആൻഡ് ഇഫ് ദീസ് 6 നമ്പേഴ്സ് മാച്ച് വിത്ത് ദ 6 നാച്ചുറൽ നമ്പേഴ്സ് ഓൾറെഡി ഫിക്സ്ഡ് ബൈ ദ ലോട്ടറി കമ്മിറ്റി, ഹി വിൻസ് ദ പ്രൈസ്. അതായത് 1 മുതൽ 20 വരെയുള്ളതിന് 6 നമ്പേഴ്സ് എടുക്കണം. ഓക്കെ, ഇനി ലോട്ടറി കമ്മിറ്റി ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതിൽ നിന്ന് ഈ 1 മുതൽ 20 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിന് ഏതെങ്കിലും ഒരു 6 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലോട്ടറി കമ്മിറ്റി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന 6 നമ്പറും ലോട്ടറി കമ്മിറ്റി ഫിക്സ് ചെയ്തിട്ടുള്ള 6 നമ്പറും സെയിം ആണെന്നുണ്ടെങ്കിൽ അയാൾ പ്രൈസ് അടിച്ചു. ക്ലിയർ? ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ പ്രൈസ് ഇൻ ദ ഗെയിം? നല്ലോണം ശ്രദ്ധിക്കുക, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ അപ്പോൾ ഈ 1 to 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര നമ്പർ ഉണ്ടാവും? 20 നമ്പർ ഉണ്ടാവും. ഈ 20 6 എടുക്കണം. അപ്പോൾ 6 എടുക്കേണ്ട ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 6 കോമ്പിനേഷൻ ആണ്, നോട്ട് പെർമ്യൂട്ടേഷൻ, അറേഞ്ച്മെന്റ് അല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് കോമ്പിനേഷൻ ആണ്. അപ്പം നമുക്ക് ശ്രദ്ധിക്കുക, അപ്പം നമുക്ക് സാമ്പിൾ സ്പേസിലുള്ള, നല്ലോണം ശ്രദ്ധിക്കട്ടോ, സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് 6 എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ അതായിരിക്കും സാമ്പിൾ സ്പേസിൽ ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 20 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് 6 നമ്പേഴ്സിൻ്റെ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ അതായിരിക്കും ഇവിടെയുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ 20 നിന്ന് 6 സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 20C6 എന്നല്ലേ അതിൻ്റെ അർത്ഥം? ശരിയല്ലേ? 20C6 എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 20 നിന്ന് 6 സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് കോമ്പിനേഷൻസ് അതായിരിക്കും സാമ്പിൾ സ്പേസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് അതായിരിക്കും. അപ്പോൾ 6 സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും തരത്തിൽ 6 നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാ? 20 × 19 × 18 × 17 × 16 × 15 6 അല്ലേ? അപ്പോൾ 6 നോക്കിയാൽ 1 2 3 4 5 6 ഡിവൈഡഡ് ബൈ 1 മുതൽ 6 വരെ 1 2 3 4 5 6 ഇവിടെ വരെ എത്തണം. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ഈ 4 × 5 20 അല്ലേ? ആ 20 ക്യാൻസൽ ചെയ്യാണ്. 3 × 6 18 ക്യാൻസൽ ചെയ്യാണ്. ഈ 2ഉം ഏതും ക്യാൻസൽ ചെയ്യാൻ 2 മാത്രമേ ബാക്കിയുള്ളൂ. 2 16 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഇവിടെ 8 എന്ന് എഴുതാം. അപ്പോൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാം കേട്ടോ. 19 × 17 × 8 × 15 38,760 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൽ നിന്ന് നമ്മൾ 6 നമ്പേഴ്സ് സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാം? ഇപ്പോൾ ഈ 38,760 പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. 6 നമ്പർ എടുക്കുമ്പോൾ ആ 6 നമ്പർ 38,760 തരത്തിൽ നമുക്ക് ആ നമ്പർ 6 നമ്പർ എടുക്കാം എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് എത്രണ്ണത്തിനാ പ്രൈസ് ഉണ്ടാവുക? ഇപ്പം ഇതിൽ ഈ 38,760 പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതിൽ ഏതോ ഒരു കോമ്പിനേഷൻ ആണ് പ്രൈസ് ഉള്ളത്, ഒറ്റ കോമ്പിനേഷന്. അപ്പോൾ ഓൾറെഡി ലോട്ടറി കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് ഏതോ ഒരു ഇതിന് മാത്രം പ്രൈസ് ഉണ്ട് എന്നുള്ളത് ലോട്ടറി കമ്മിറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മാത്രമേ പ്രൈസ് ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതോ ഒരെണ്ണത്തിനാണ് എന്തുള്ളത്? പ്രൈസ് ഉള്ളത്. അപ്പോൾ ഈ വിന്നിങ് ദ പ്രൈസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ എലമെന്റല്ലേ ഉണ്ടാവുള്ളൂ. ആ എലമെന്റ് നമ്പർ 1. ക്ലിയർ? അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ എണ്ണത്തിന് പ്രൈസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് 38,760. ഇതാണ് അയാൾക്ക് പ്രൈസ് അടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതാണ് അതിനകത്ത് ആ 38,760 ഒരു ഒറ്റ എണ്ണത്തിന് മാത്രമേ പ്രൈസ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ദ പ്രൈസ് ഈസ് 1/38,760.
38760. Clear? 38,760. Clear? Okay, listen. Next question. If E and F are evens such that P of E is equal to 1 by 4, P of F is equal to 1 by 2, and P of E and F is equal to 1 by 8. Find first one P of E or F, second one P of not E and not F. Simple question ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം കേട്ടോ. P of E is equal to 1 by 4. P of F is equal to 1 by 2. ഇനി P of E and F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? P of E intersection F എന്നല്ല അതിൻ്റെ മീനിങ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 8. ക്ലിയർ? ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത് P of E or F എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. P of E or F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? P of E union F എന്നല്ല അതിൻ്റെ അർത്ഥം ആണ്. P of E union F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is equal to P of E union F means P of E plus P of F minus P of E intersection F. ക്ലിയർ അല്ലേ? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by 4 plus 1 by 2 minus 1 by 8. ക്ലിയർ? അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ഇതിൻ്റെ വാല്യൂസ് നോക്കിയേ. ഇത് ഓരോന്നും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. LCM എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4ൻ്റെയും 2ൻ്റെയും 8ൻ്റെയും LCM എത്രയാ? 8 ആണ്. ക്ലിയർ? LCM എങ്ങനെ നമ്മൾ നോക്കുക? LCM എങ്ങനെ നോക്കുക? ഈ 3 എടുക്കുക. ഈ 3 ഏതാണ് വലിയ വാല്യൂ നോക്കുക, അതിൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. അതായത് 8 വലിയ വാല്യൂ, അതിൻ്റെ മൾട്ടിപ്പിൾ എന്താ? ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ 8 തന്നെയാണ്, അടുത്ത മൾട്ടിപ്പിൾ 16, അടുത്ത മൾട്ടിപ്പിൾ 24. അപ്പോൾ ഏതിനാണോ ഇതെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ വരുന്നത് അതായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 8ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 8 തന്നെയാണ്. അപ്പോൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ വി ക്യാൻ സേ ദാറ്റ് LCM ഈസ് 8. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 8. ഇനി 8 ഡിവൈഡഡ് ബൈ 4, 2 into 1, 2. 8 divided by 4 equal to 2 into 1, that is 2. ഇനി 8 divided by 2, that is 4 into 1, that is 4. ക്ലിയർ? ഇനി ഇവിടെ മൈനസ് ആണ്. 8 divided by 8, 1 into 1, that is 1. അപ്പോൾ 2 plus 4 എന്ന് പറയുന്നത് 6 minus 1, that is 5. ആൻസർ ഈസ് 5 by 8. that is the answer. ക്ലിയർ? അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് P of E union F is equal to 5 by 8 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആൻസർ. ശ്രദ്ധിക്കട്ടോ, ഇതാണ് ഒന്നാമത്തെ ആൻസർ, 5 by 8. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? P of not E and not F. ശ്രദ്ധിക്കട്ടോ, നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കോംപ്ലിമെൻറ്റ്, ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ, നോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോംപ്ലിമെൻറ്റ്. അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെൻ്റ് ആണ് ബൈ ഡി മോർഗൻസ് ലോ. അതായത് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് 5 by 8 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 മൈനസ് 5 by 8 എന്ന് വരും. ദാറ്റ് ഈസ് 8 മൈനസ് 5 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 by 8. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. Events E and F are such that P of not E or not F is equal to 0.25. State whether E and F are mutually exclusive. അപ്പം നമുക്ക് തുടക്കത്തിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയണം. ഇതാണ് ക്വസ്റ്റ്യൻ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 5 എന്ന് വരണ്ടേ? അതല്ല എക്സ്ക്ലൂസീവ്, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 0 വരണം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്.
അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ ശ്രദ്ധിക്കട്ടോ, തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ, പി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0.25. ദാറ്റ് ഈസ് പി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കോംപ്ലിമെന്റ്, ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ, നോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോംപ്ലിമെന്റ്, ഈക്വൽ ടു 0.25. ദാറ്റ് ഈസ് പി ഓഫ്, ശ്രദ്ധിക്കട്ടോ, ഇ കോംപ്ലിമെന്റ് എഫ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഇന്റർസെക്ഷൻ എഫ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്നല്ലേ ബൈ ഡിമോർഗൻസ് ലോ, ഈക്വൽ ടു 0.25. ഇതിൽ നിന്ന് 1 മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 0.25 എന്ന് വരും. ഈ 1 ഇവിടെ നിന്നോട്ടെ, ഈ 0.25 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് 0.25 ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.25 ദാറ്റ് ഈസ് 0.75 എന്ന് കിട്ടും. ഈ 0.75 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ, 0 അല്ല. അതിൻ്റെ അർത്ഥം വി ക്യാൻ സേ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് അങ്ങനെയല്ലല്ലോ മക്കളെ. നമുക്ക് എങ്ങനെ കിട്ടിയത് 0 അല്ല എന്നാണ് കിട്ടിയത്, ദാറ്റ് ഈസ് 0.75 എന്നാണ് കിട്ടിയത്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ ലിസൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In class 11 of a school, 40% of the students study mathematics and 30% study biology. 10% of the class study both mathematics and biology. If a student is selected at a random from the class, find the probability that he will be studying mathematics or biology. ഇതാണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഇതിപ്പോൾ ഒക്കെ പാടാണ് കാണുമ്പോൾ ടെൻഷൻ ആവാൻ നിൽക്കണ്ട, സിമ്പിളാണേ, ഒരു പ്രശ്നവുമില്ല. അതായത് ഞാനിവിടെ നല്ലോണം ശ്രദ്ധിക്കട്ടോ, എ എന്ന് പറയുന്ന ഇവന്റ് സ്റ്റഡി മാത്തമാറ്റിക്സ്, ഓക്കെ. ബി എന്ന് പറയുന്ന ഇവന്റ് സ്റ്റഡി ബയോളജി, ഓക്കെ അല്ലേ. അപ്പോൾ 40 സ്റ്റുഡൻസ് സ്റ്റഡി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ, 100 കുട്ടികളിൽ 40 കുട്ടികൾ, അതല്ലേ 40% എന്ന് പറഞ്ഞതല്ലേ, 100 കുട്ടികളിൽ 40 കുട്ടികൾ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 100. അപ്പോൾ അതിനപ്പോൾ നമുക്ക് എന്താ പറയാം, പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%, ദാറ്റ് ഈസ് 40/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 എന്ന് പറയാം. ക്ലിയർ. അതേപോലെ പി ഓഫ് ബി എന്ന് പറയാം, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഈസ് 30%, ദാറ്റ് ഈസ് 30/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 എന്ന് പറയാം. And 10% of this class study both mathematics and biology. Both mathematics and biology means A intersection B. രണ്ടിലും കോമൺ ആയിട്ട് വരണം. That is equal to 10%. That is 10/100. That is equal to 0.1. These are the values which are given in question. Clear? Ini, if a student is selected at random from the class, find the probability that he will be studying mathematics or biology. മാത്തമാറ്റിക്സ് ഓർ ബയോളജിക്കുള്ള പ്രോബിലിറ്റി. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആക്ച്വലി എ യൂണിയൻ ബി അല്ലേ കണ്ടുപിടിക്കുന്നത്. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ അല്ലേ വരിക, അപ്പോൾ എയിലോ ബിയിലോ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ആ കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇക്വേഷൻ മക്കളെ, പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതല്ലേ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എന്റെ വാല്യൂ 0.4 പ്ലസ് 0.3 മൈനസ് 0.1 എന്ന് വരും. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. 0.4 പ്ലസ് 0.3 0.7 മൈനസ് 0.1 ദാറ്റ് ഈസ് 0.6. അപ്പോൾ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബി സ്റ്റഡിയിങ് മാത്തമാറ്റിക്സ് ഓർ ബയോളജി ഈസ് 0.6. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പഠിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് എന്താണ്, റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, ഔട്ട്കം, സാമ്പിൾ പോയിന്റ് എന്നുള്ളതൊക്കെയാണ്. ഇവൻറ്റ്, പിന്നെ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്, ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്
axiomatic approach of the probability അല്ലേ axiomatic approach of the probability അതിനകത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു പിന്നെ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു അത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണെങ്കിലാണ് ഇക്വേഷൻ പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ദാറ്റ് ഈസ് ദ ബേസിക് ഇക്വേഷൻ ആ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത് അത് നമ്മൾ ഈ +1 +2 യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഓക്കെ ഇനി അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അതുപോലെ പി ഓഫ് നോട്ട് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം മനസ്സിലാക്കുക കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഒക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ് പക്ഷെ അതിനകത്ത് തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതിയ 2 സ്റ്റെപ്പിൽ ആൻസർ എഴുതാനുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ചെയ്യുക അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് എത്ര ചെയ്താലും നമ്മൾ തീരൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പ്രോബ്ലംസൊക്കെ ഈ പ്രോബ്ലംസൊക്കെ നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാം ബാക്കിയുള്ള പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലംസ് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അത് ഫുള്ളായിട്ട് അരിച്ചു പെറുക്കി നമ്മൾ ചെയ്തിട്ടില്ല ഓരോ മോഡൽസ് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരേ മോഡലിലെ 2 പ്രോബ്ലം നമ്മൾ 2 പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക പ്രോബ്ലംസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ ദാറ്റ്സ് ഓൾ